എളവള്ളിയിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കേരള കർഷക സംഘം മണലൂർ ഏരിയ സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി എസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പ്രമേയത്തിൽ മുല്ലശ്ശേരി മൃഗാശുപത്രി ഗ്രേഡ് വർദ്ധിപ്പിച്ച് പോളിക്ലിനിക്കാക്കി ഉയർത്തുക, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി, പാവർട്ടി എന്നീ പഞ്ചായത്തുകളിലെ കന്നുകാലികൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സയ്ക്കായി നിലവിൽ ഒഴിവിലുള്ള മൃഗാശുപത്രികളിലേക്ക് ഡോക്ടർമാരെ നിയമിക്കുക, മണലൂരിലെ കോൾ നിലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന മഴവെള്ളം കോൾ നിലങ്ങളിലേക്ക് നേരിട്ടെത്താതെ സംരക്ഷിക്കുക, ആവശ്യമായ സമയത്ത് പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മാണം തുടങ്ങിയ ഹൈലെവൽ കനാൽ പൂർത്തീകരിക്കാനായി അടിയന്തര നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചു. സഖാവ് പി.കെ. പീതാംബരൻ നഗറിൽ നടന്ന പരിപാടിയിൽ എ.കെ. ഹുസൈൻ, ലതി വേണുഗോപാൽ, കെ.വി. രാജേഷ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ പ്രസിഡന്റ് പി.ആർ. വർഗീസ്, ടി.വി. ഹരിദാസൻ, പി.എ. രമേശൻ, എം.എൻ. സത്യൻ എന്നിവർ പങ്കെടുത്തു. ടി.എൻ. ലെനിൻ, കെ. രാഗേഷ്, പി.എസ്. പ്രസാദ്, കെ.വി. ഷിജു, ശ്രീകുമാർ വാഗ, മനോജ് മാസ്റ്റർ എന്നിവർ നടപടികൾ ക്രമീകരിച്ചു. കെ.പി. അലി രക്തസാക്ഷി പ്രമേയവും സുമാ രമേശൻ അനുശോചന പ്രമേയവും ചടങ്ങിൽ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി എം.കെ. ഹുസൈൻ പ്രസിഡന്റായും, വി.എൻ. സുർജിത് സെക്രട്ടറിയായും, കെ. രാഗേഷ് ട്രഷററായും, വൈസ് പ്രസിഡന്റുമാരായി ലതി വേണുഗോപാൽ, പി.എസ്. പ്രസാദ്, ജോയിന്റ് സെക്രട്ടറിമാരായി കെ.വി. രാജേഷ്, ടി.എൻ. ലെനിൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ജൂൺ 15 തിങ്കളാഴ്ച വൈകിട്ട് 5-ന് എളവള്ളി പാറ സെന്ററിൽ നിന്നും പ്രകടനം ആരംഭിച്ച് സഖാവ് ടി.കെ. ഭാസ്കരൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം പ്രൊഫസർ സി. രവീന്ദ്രനാഥ് എം.എൽ.എ ഉദ്ഘാടനം ചെയ്യും.